പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിൽപ്പെട്ടവർക്ക് നിയമനിർമ്മാണങ്ങളിലും സർക്കാർ സർവീസുകളിലും മതിയായ പ്രാതിനിധ്യം ഉറപ്പുവരുത്തുന്നതിനാണ് ഭരണഘടനയിൽ പ്രത്യേക പ്രാതിനിധ്യത്തിനുള്ള അനുച്ഛേദങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സർ, നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ജാതി വ്യവസ്ഥയും അതിൻ്റെ ഭാഗമായ സാമൂഹ്യ ഉച്ചനീതിത്വവും കൊടികുത്തി വാണിരുന്ന നമ്മുടെ സമൂഹത്തിൽ പിന്തള്ളപ്പെട്ട വിഭാഗങ്ങളുടെ മുന്നോട്ടുള്ള പ്രയാണത്തിന് അനിവാര്യമായ നടപടിയാണ് പ്രത്യേക പ്രാതിനിധ്യം. സർ, നമ്മുടെ സാമൂഹിക സ്ഥിതിയിൽ ഏറെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. എങ്കിലും ഇന്നും ജാതി വ്യവസ്ഥയുടെ ജീർണിച്ച അംശങ്ങൾ പല തട്ടിലും നിലനിൽക്കുന്നു എന്നത് വസ്തുതയാണ്. രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലെ ഗ്രാമങ്ങളിലും ഇപ്പോഴും ആവാസ വ്യവസ്ഥയിൽ പോലും ജാതി മുഖ്യ ഘടകമാണ്. സർ, ജനങ്ങളെ വേർതിരിക്കുന്ന ജാതിമതിൽ സ്വാതന്ത്ര്യം പ്രാപിച്ച് 7 ദശകങ്ങൾക്ക് ശേഷവും നിലനിൽക്കുന്നു എന്ന ദൗർഭാഗ്യകരമായ അവസ്ഥയാണ് നമ്മുടെ സമൂഹത്തിലുള്ളത്. നവോത്ഥാന പ്രസ്ഥാനങ്ങളുടെ പാരമ്പര്യമുള്ള കേരളത്തിൽ ഒരുപക്ഷെ പുതുതലമുറക്ക് ഇത് ആശ്ചര്യമായി തോന്നാം. തൊട്ടുകൂടായ്മയും കാണായ്മയും ഈ സമൂഹത്തിൽ കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ പൂർവാർദ്ധത്തിൽ പോലും നിലനിന്നിരുന്നു. എന്നാൽ ജനകീയ പ്രസ്ഥാനങ്ങൾ പൊതുമണ്ഡലത്തിൽ നടത്തിയ ശക്തമായ ഇടപെടലുകളാണ് ഇത്തരം അനാചാരങ്ങളെ ചരിത്രത്തിൻ്റെ ചവറ്റുകൊട്ടയിലാക്കിയത്. വിദ്യാഭ്യാസപരമായി ദീർഘകാലം പിന്നോക്കാവസ്ഥ അനുഭവിച്ച വിഭാഗങ്ങൾക്ക് ഭരണഘടന വാഗ്ദാനം ചെയ്യുന്ന സാമൂഹ്യ സാമ്പത്തിക നീതി ലഭ്യമാകണമെങ്കിൽ എല്ലാ തലങ്ങളിലും മതിയായ പ്രാതിനിധ്യം പ്രത്യേകമായി ഉറപ്പുവരുത്തേണ്ടത് ഒരു തുടർ ആവശ്യമാണ്. അതിൻ്റെ ഭാഗമായാണ് ഈ ഭരണഘടനാ ഭേദഗതി പാസാക്കുന്നതിൻ്റെ ആവശ്യം ഉയർന്നു വന്നിരിക്കുന്നത്. സർ, ഇക്കാര്യത്തിൽ ബഹുമാന്യനായ അംഗം ശ്രീ രാജഗോപാലിനും അഭിപ്രായ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല എന്ന് തന്നെയാണ് തോന്നുന്നത്. അദ്ദേഹം തെറ്റിദ്ധരിച്ചാണ് അങ്ങ് പറഞ്ഞതുപോലെ ഈ അവതരണത്തെ എതിർത്തത് എന്നാണ് തോന്നുന്നത്. ഇത് നമുക്ക് ഏകണ്ഠമായി പാസാക്കാൻ കഴിയണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പട്ടികജാതി സംവരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രമേയത്തിന് ഈ സഭ ഏകകണ്ഠേന പിന്തുണ നൽകണമെന്ന് ആവശ്യപ്പെട്ടുള്ള പ്രമേയം അവതരിപ്പിച്ചിരിക്കുകയാണ്. അങ്ങേക്ക് ഇന്ത്യൻ ഭരണഘടനയുടെ ചർച്ച കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ നടന്നപ്പോൾ അന്ന് ഏറ്റവും പ്രധാനമായി ഈ കാര്യം പരാമർശിക്കപ്പെടുകയും ചർച്ച ചെയ്യുകയും ചെയ്തൊരു കാര്യമാണ്. നൂറ്റാണ്ടുകളായി അടിമത്തത്തിൽ കിടന്ന സാമൂഹ്യമായ അനീതി അനുഭവിച്ചു വന്നിരുന്ന പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് അവർക്ക് മറ്റുള്ളവരുമായി മത്സരിച്ച് പാർലമെന്റിലോ ലോക്സഭയിലോ വരാൻ കഴിയാത്ത അവസ്ഥ ഉണ്ട് എന്ന് കണ്ടുകൊണ്ടാണ് മഹാനായ ഡോക്ടർ അംബേദ്കർ അതിന് ഈ അനുച്ഛേദം മൂവ് ചെയ്തത്. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് ലോക്സഭയിലും അതോടൊപ്പം തന്നെ നിയമസഭകളിലും പ്രത്യേകമായ സീറ്റുകൾ സംവരണം ചെയ്തുകൊണ്ടുള്ള നടപടി അങ്ങനെയാണ് ഉണ്ടായത്. സാർ, നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് ഇപ്പോഴും പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് അർഹിക്കുന്ന നീതി ലഭിച്ചിട്ടില്ല എന്നുള്ളത് വസ്തുതയാണ്. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ ഇപ്പോഴും അവർ നേരിടുന്ന പ്രശ്നങ്ങൾ ഗുരുതരമാണ്. അവർക്ക് സാമൂഹ്യ നീതി ഉറപ്പുവരുത്താനുള്ള നടപടികൾ ഉണ്ടായിട്ടില്ല എന്നുള്ളത് സമൂഹത്തിന്റെ ഒരു വലിയ ദുരന്തമായി തന്നെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ്. സർ, പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് ലോക്സഭയിലും സംസ്ഥാന നിയമസഭകളിലെ സംവരണം നീട്ടുന്നതിന് ഇതിനെ 6 തവണ ഭരണഘടന ഭേദഗതി ചെയ്തിട്ടുണ്ട്. 1959 8ാം ഭരണഘടനാ ഭേദഗതി ബില്ല്, 69 23ാം ഭരണഘടനാ ഭേദഗതി ബില്ല്, 1980 45ാം ഭരണഘടനാ ഭേദഗതി ബിൽ, 1990 62ാം ഭരണഘടനാ ഭേദഗതി ബിൽ, 2000 79ാം ഭരണഘടനാ ഭേദഗതി ബിൽ, 2009 109ാം ഭരണഘടനാ ഭേദഗതി ബിൽ. മേൽപ്പറഞ്ഞ ഭരണഘടനാ ഭേദഗതി ബില്ലുകളിലൂടെ ലോക്സഭയിലെയും സംസ്ഥാന നിയമസഭകളിലെയും ആംഗ്ലോ ഇന്ത്യൻ സമുദായത്തിലുള്ള സംവരണവും 10 വർഷം വീതം നീട്ടി നൽകിയിരുന്നു. മേൽപ്പറഞ്ഞ ഭേദഗതി ബില്ലുകളിൽ 3 ഭേദഗതി ബില്ലുകളാണ് സാർ ഈ
കേരള നിയമസഭ തന്നെ പാസ്സാക്കിയിട്ടുള്ളത്. കേരള നിയമസഭ സാധൂകരിച്ചിട്ടുള്ളത് 22/2/1980 45-ാം ഭരണഘടനാ ഭേദഗതി ബില്ലും 23/1/1990 62-ാം ഭരണഘടനാ ഭേദഗതി ബില്ലും 29/12/2009 109-ാം ഭരണഘടനാ ഭേദഗതി ബില്ലും ഈ നിയമസഭ ചർച്ച കൂടാതെ തന്നെ സാധൂകരിച്ചിട്ടുള്ള കാര്യമാണ്. ഇതിൽ 1980-ലും 90-ലും സാധൂകരിക്കുന്നതിനുള്ള പ്രമേയ സഭ ചർച്ച ചെയ്താണ് പാസാക്കിയത്. 109-ാം ഭരണഘടനാ ഭേദഗതി ബിൽ സാധൂകരിക്കുന്നതിനായി 12-ാം കേരള നിയമസഭയിൽ 29/12/2009 ഒരു ദിവസത്തെ പ്രത്യേക സമ്മേളനം ചേരുകയും 4 മിനിറ്റ് കൊണ്ട് പ്രമേയം ചർച്ച കൂടാതെ പാസാക്കുകയും ചെയ്തു. ഈ സഭ മുമ്പാകെ സാധൂകരിക്കുന്നതിന് 120 ഭരണഘടനാ ഭേദഗതി ബിൽ പ്രകാരം പട്ടികജാതി പട്ടികവർഗ സമുദായത്തിൽപ്പെട്ടവർക്കുള്ള സംവരണം 26/1/2030 വരെ നീട്ടുന്നുണ്ടെങ്കിലും സാർ ഇവിടെ ആംഗ്ലോ ഇന്ത്യൻ സംവരണം 26/1/2020 അവസാനിക്കുന്ന നിബന്ധനയാണ് ഇതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. പ്രസ്തുത ഭേദഗതി നിയമം സഭ റാറ്റിഫൈ ചെയ്യുന്നതോടെ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് ലോക്സഭയിലും സംസ്ഥാന നിയമസഭകളിലുമുള്ള സംവരണം 10 വർഷം നീട്ടി നൽകുന്നുണ്ടെങ്കിലും ആംഗ്ലോ ഇന്ത്യൻ സമുദായങ്ങൾക്ക് ഇത് നീട്ടി നൽകുന്നില്ല എന്ന് പറയുന്നത് വളരെ വളരെ തെറ്റായ ഒരു കാര്യമാണ്. അവരോടുള്ള അനീതിയാണ്. അതിവിടെ വരുന്നുണ്ട്, എനിക്കറിയാം, അത് വരുന്നുണ്ടെന്ന് അറിയാം. അവർക്ക് അത് ലഭിച്ചുകൊണ്ടിരുന്ന ആ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് ആ സംവരണം ലഭിക്കുന്നതോടൊപ്പം ആംഗ്ലോ ഇന്ത്യൻ സമുദായം ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി ലോക്സഭയിൽ പ്രഖ്യാപിച്ചത് ആകെ 200 കുടുംബങ്ങളെ ഉള്ളതാണ്. ആ തെറ്റിദ്ധരിപ്പിച്ച അതിനെ സഭയെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചെയ്തത്. ആയിരക്കണക്കിന് ആളുകൾ കേരളത്തിലും ബാംഗ്ലൂരിലും ഛത്തീസ്ഗഡിലും ബോംബെയിലും മറ്റ് സംസ്ഥാനങ്ങളിലുള്ളവരാണ്, ഗോവയിലുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടി പ്രത്യേകമായി സംവരണം ചെയ്തിരിക്കുന്ന ആ ഒരു അവകാശം ഇല്ലാതാകുന്നു. നോമിനേറ്റഡ് മെമ്പേഴ്സ് ഫ്രം ദ ആംഗ്ലോ ഇന്ത്യൻ കമ്മ്യൂണിറ്റി എന്നുള്ളത് ഇല്ലാതാകുന്നത് തെറ്റായൊരു കാര്യമാണ്. ഇവിടെ വീണ്ടും ആ പ്രമേയം വരുന്നുണ്ടെന്നറിയാം, അന്നേരം കൂടുതൽ കാര്യങ്ങൾ സംസാരിച്ചു കൊള്ളാം. സാർ, ഈ സഭയിൽ ആരും ഇതിനെ എതിർക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത. നമ്മൾ രാജ്യത്ത് ഇനിയും നീതി ലഭിക്കാത്ത പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് നീതി ഉറപ്പാക്കാനുള്ള ഈ നടപടി സ്വാഗതാർഹമാണ് എന്നാണ് പറയുന്നത്. ശ്രീ KC ജോസഫ് ഈ സ്റ്റാറ്റ്യൂട്ടറി പ്രമേയത്തിന് ഒരു ഭേദഗതി നോട്ടീസ് നൽകിയിട്ടുണ്ട്. സാധാരണഗതിയിൽ സ്റ്റാറ്റ്യൂട്ടറി പ്രമേയങ്ങൾക്കുള്ള ഭേദഗതികൾ സർക്കുലേറ്റ് ചെയ്യാറില്ല. എന്നാലും അങ്ങേക്ക് 2 വാക്ക് സംസാരിക്കാം. സർ, ഞാൻ ഈ പ്രമേയത്തിൽ ഒരു അമെൻമെന്റ് നോട്ടീസ് നൽകിയിരുന്നു. അങ്ങ് പറഞ്ഞ സാർ, ഇത് ഷട്ടർ ആൻഡ് കൗൾ പ്രൊസീജിയർ ഓഫ് പാർലമെന്റ്, പേജ് 728. The procedure regarding admission of a statutory resolution, moving of amendment thereto, and disposal is the same as for other resolutions. അതിന് സമാനമായിട്ടാണ് ഇത് പരിഗണിക്കേണ്ടത്. സർ, ഞാൻ നൽകിയ ഒരു നോട്ടീസ് സർ എൻ്റെ ഒരു അവകാശമാണത്, സർക്കുലേറ്റ് ചെയ്യേണ്ടതായിരുന്നു. അത് നിപ്പിംഗ് ഇൻ ദ ബഡ്, അത് ശരിയായില്ല. അങ്ങേക്ക് തീരുമാനമെടുക്കാം, അങ്ങേക്ക് നിരാകരിക്കാം. അങ്ങേക്ക് സംസാരിക്കാൻ സർ, ഞാൻ മൂവ് ചെയ്ത അമെന്റ്മെന്റ് അത് സർക്കുലേറ്റ് ചെയ്ത് മെമ്പർമാർ അറിയേണ്ടതാണ് കാര്യം. അതിന്റെ അവകാശ നിഷേധമാണ്. സർ, ഞാൻ മൂവ് ചെയ്തത് നോട്ട് ഇൻകൺസിസ്റ്റന്റ് റെസൊല്യൂഷനാണ്, അനുയോജ്യമാണത്. മുഖ്യമന്ത്രി പറയാതെ പോയതും പ്രതിപക്ഷ പറഞ്ഞ ഒരു കാര്യമാണ് ചൂണ്ടിക്കാണിച്ചത്. പ്രമേയത്തിന്റെ അവസാന ഭാഗത്തിൽ ആഫ്റ്റർ ദ വേർഡ്സ് ആസ് പാസ്ഡ് ബൈ ദ ഹൗസ് ഓഫ് പാർലമെന്റ് ആറ്റ് ദ ഫോളോയിങ്, ആൻഡ് ദിസ് ഹൗസ് ഓൾസോ എക്സ്പ്രസസ് our deep anguish, concern and protest in not extending the period of representation of the Anglo-Indian community in the House of the People and the legislative assemblies of the states from 70 years to 80 years. വേറെ പ്രമേയം വരുന്നുണ്ട്. സർ, ആ ഒരു പ്രമേയം ഞാൻ അവതരിപ്പിച്ചിട്ട് അത് ഇവിടെ സർക്കുലേറ്റ് ചെയ്യാൻ തെറ്റായി പോയി. സർ, എൻ്റെ അവകാശമാണത്. സർ, എൻ്റെ അഭിപ്രായത്തിൽ ഈ പ്രമേയത്തിന്റെ ഭാഗമായി തന്നെ മുഖ്യമന്ത്രി അവതരിപ്പിച്ചുകൊണ്ട് ഞാൻ യോജിക്കുകയാണ്, ആർക്കും വിയോജിപ്പില്ല. അതിന്റെ ഭാഗമായി തന്നെ ഇത് വരേണ്ടതായിരുന്നു. കാരണം ആംഗ്ലോ ഇന്ത്യൻ കമ്മ്യൂണിറ്റിക്കുള്ള സംവരണം നീട്ടിക്കൊടുത്തത് നമ്മൾ അനുകൂലിക്കുന്നവരാണ്. അത് ഇവിടെ പ്രതിപക്ഷ ചൂണ്ടിക്കാണിച്ചു. അതുകൊണ്ട് എന്റെ നിർദ്ദേശം പ്രമേയത്തിന്റെ ഭാഗമായി എന്റെ അമെന്റ്മെന്റ് കൂടെ അംഗീകരിക്കണമെന്നാണ്. അങ്ങയുടെ ഭേദഗതിയുടെ സ്പിരിറ്റ് ഉൾപ്പെടുത്തുന്ന ഒരു പ്രത്യേക പ്രമേയം സഭ പരിഗണിക്കുന്നുണ്ട്. സാധാരണഗതിയിൽ സ്റ്റാറ്റ്യൂട്ടറി പ്രമേയത്തിന് അത്തരം ഭേദഗതികൾ കൊണ്ടുവരുന്നതോ സർക്കുലേറ്റ് ചെയ്യുന്ന ഒരു രീതി നമ്മുടെ കീഴ്വഴക്കമായിട്ട് നമ്മളിതുവരെ സഭയുടെ കീഴ്വഴക്കത്തിലില്ല. അതുകൊണ്ട് അങ്ങയുടെ ഭേദഗതി ആ സ്പിരിറ്റ് പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ട് ഒരു പ്രത്യേക പ്രമേയം തന്നെ ഗവൺമെന്റ് കൊണ്ടുവരുന്ന സാഹചര്യത്തിൽ ഇത്
പ്രയാസകരമാണെന്ന് അങ്ങ് മനസ്സിലാക്കണം. അത് അംഗീകരിക്കാൻ പറ്റില്ല. ഈ സഭയിൽ വന്ന കോൺസ്റ്റിറ്റ്യൂഷൻ 39 അമെന്റ്മെന്റ് ബില്ല്, ആ റെസൊല്യൂഷന് എതിരായിട്ട് ബഹുമാനപ്പെട്ട CM ശങ്കരൻ നമ്പൂതിരി മൂവ് ചെയ്തിരുന്നു. മിസ്റ്റർ സ്പീക്കർ, CM ശങ്കരൻ നമ്പൂതിരിപ്പാട് ഹാസ് ഗിവൺ എ നോട്ടീസ് ഓഫ് അമെന്റ്മെന്റ്. ഇറ്റ് സീക്സ് ടു സബ്സ്റ്റിറ്റ്യൂട്ട് ദ റെസൊല്യൂഷൻ by another resolution, hence not in order. Even otherwise, the scope of the amendment to the resolution of this nature is extremely limited. എന്തുവാകട്ടെ സാർ, അങ്ങനെ അധികാരമുണ്ട്. പക്ഷെ അന്ന് നടത്തിയ ഒരു കീഴ്വഴക്കമുണ്ട് സഭകളുണ്ട്. പിന്നെ സ്റ്റാറ്റ്യൂട്ടറി റെസൊല്യൂഷൻ എന്ന് പറയുന്നത് മറ്റു പ്രമേയങ്ങൾക്ക് അനുകൂലമാണ്, അനുയോജ്യമാണ് അതിന്റെ അമെന്റ്മെന്റ്. അങ്ങനെ ഇരിക്കെ ചട്ടങ്ങൾ നോക്കാതെ നിയമസഭാ സെക്രട്ടേറിയറ്റ് ഇതിന്റെ പ്രമേയത്തെ നിരാകരിച്ച് ശരിയായില്ല. അതിനെ എതിർപ്പ് ഞാൻ രേഖപ്പെടുത്തുകയാണ് സാർ. അങ്ങയുടെ ഭേദഗതിയുടെ പൂർണ്ണമായ ഉള്ളടക്കത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ഒരു പ്രത്യേക പ്രമേയം തന്നെ സഭയിൽ വരുന്ന പശ്ചാത്തലത്തിലാണ് അത് അനുവദിക്കാതിരുന്നത്. ദയവായിട്ട് അതങ്ങ് മനസ്സിലാക്കണം. അങ്ങ് ഈ സഭയിൽ അത് ഉന്നയിച്ചു, അത് അനുവദിക്കാൻ നിർവാഹമില്ല. എന്താണ് പറയുന്നത്? ഒരു മെമ്പർ കൊടുത്തിരിക്കുന്ന ഒരു അമെന്റ്മെന്റ് ഫോർ ദ നോളജ് ഓഫ് ദ അതർ മെമ്പേഴ്സ്, ഫോർ ദ നോളജ് ഓഫ് ദ ഹൗസ് ഷുഡ് ഹാവ് ബീൻ. സ്റ്റാറ്റ്യൂട്ടറി പ്രമേയത്തിന് അങ്ങനെ ഒരു പതിവുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് സംസാരിക്കാൻ അനുവാദം കൊടുത്തത്. പ്ലീസ്, അങ്ങേക്ക് സംസാരിക്കാൻ അനുവാദം തന്നതുകൊണ്ടാണ്. പറയും സാർ. ബഹുമാനപ്പെട്ട KC പറഞ്ഞതുപോലെയല്ല, ഈ റെസൊല്യൂഷൻ്റെ അകത്തുള്ള ഒരു വാചകം പോലും മാറ്റാൻ നമുക്ക് പറ്റില്ല. കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് എന്തായിരിക്കണം പ്രമേയത്തിന്റെ ഉള്ളടക്കം എന്നതിനെ സംബന്ധിച്ച് വ്യക്തമായി സൂചിപ്പിച്ച് ബഹുമാനപ്പെട്ട സ്പീക്കറുടെ ഓഫീസിൽ കത്ത് തന്നിട്ടുണ്ട്. അതിൽ he suggested that the proposed resolution may be on the following lines: that this House ratifies the amendments to the Constitution of India falling within the purview of Clause D of Proviso to Clause 2 of the Article 368 proposed to be made by the Constitution 126 Amendment Bill 2019 as passed by both the House of Parliament. അത് കോട്ട് ചെയ്തിട്ടുള്ളതാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇവിടെ അവതരിപ്പിച്ചത്. ഇതിൻ്റെ അകത്ത് ഒരു മാറ്റവും വരുത്താൻ നമുക്ക് പറ്റില്ല. ഇത് സാധാരണ നിലയിലുള്ള ഒരു റെസൊല്യൂഷൻ അല്ല ഇത്. ദയവായി മനസ്സിലാക്കുക, അനുകൂലിക്കുന്നതിനെ അനുകൂലിക്കുകയും എതിർക്കുന്നതിനെ എതിർക്കുകയും ചെയ്യാന്നുള്ള ഒരു നല്ല ഉദ്ദേശം മാത്രമേ ഇതിലുണ്ടായിരുന്നുള്ളൂ. മറ്റൊരു വശം കൂടി ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ പ്രമേയം സഭക്ക് ഏകണ്ഠമായിട്ട് അംഗീകരിക്കാൻ പറ്റും. എന്നാൽ നേരത്തെ തുടങ്ങുമ്പോൾ തന്നെ കണ്ടല്ലോ ബഹുമാനായ ശ്രീ രാജഗോപാൽ എഴുന്നേറ്റ് നിൽക്കുന്നത്. അതേ സംസാരിക്കട്ടെ പ്ലീസ്. ഏത് കാര്യത്തിലും യോജിപ്പ് ഉണ്ടാകുന്ന കാര്യത്തിൽ യോജിപ്പാണ് നല്ലത്. ആരെയും ഭിന്നിപ്പിക്കാൻ നിൽക്കുകയല്ല നമ്മൾ. ഈ പട്ടികജാതി വിഭാഗത്തിന് സംവരണം കൊടുക്കുന്നതിൽ നമുക്ക് ആർക്കും യോജിപ്പില്ല. അതിന് മറ്റാരെങ്കിലും ചോദിച്ചാൽ നമ്മളെന്തോ അബദ്ധത്തിലായി പോകുന്നുള്ള ധാരണ വേണ്ട. യോജിപ്പ് എന്ന് കേൾക്കുമ്പോൾ തന്നെ വേവലാതിപ്പെടുന്നവരുണ്ട് എന്ന് എനിക്കറിയാം. യോജിപ്പ് എന്ന് കേൾക്കുമ്പോൾ തന്നെ വേവലാതിപ്പെടുന്നവരുണ്ട് എന്ന് എനിക്കറിയാം. അതെല്ലാം നമ്മൾ ആലോചിക്കേണ്ടത് കഴിയാവുന്നത്ര യോജിപ്പ് വളർത്തിയെടുക്കാനാണ്. അപ്പൊ ഈ പ്രമേയത്തിന്റെ കാര്യത്തിൽ നമുക്ക് യോജിച്ച് ഇത് അംഗീകരിക്കാനാവണം. കേരള നിയമസഭ അതിൽ നിന്ന് വ്യത്യസ്തമായൊരു നിലയെടുത്തു എന്ന് വരാൻ പാടില്ല. മാത്രമല്ല, ഇത്തരമൊരു പ്രമേയം ഒരു വ്യവസ്ഥയോടെ അംഗീകരിക്കുന്നത് ശരിയല്ല. അങ്ങനെ മറ്റേ ഭാഗം വന്നാൽ ഒരു വ്യവസ്ഥയാണ് വരിക. അങ്ങനെ ഒരു വ്യവസ്ഥയും ഉണ്ടാക്കുന്നത് ശരിയല്ല. അതുകൊണ്ട് ഇത് ഇതേ രീതിയിൽ തന്നെ നമ്മൾ എല്ലാവരും കൂടി അംഗീകരിക്കുന്നതാണ് ഉത്തമമായിട്ടുള്ളത്. അതാണ് നേരത്തെ ഞാൻ ഉദ്ദേശിച്ചത്. സഭ അനുകൂലിക്കേണ്ടത് എല്ലാവരും ചേർന്ന് അനുകൂലിക്കുക, സഭ എതിർക്കേണ്ടത് ശക്തമായി എതിർക്കുക. അത് രണ്ട് നിലയിൽ കാണണമെന്നുള്ളതുകൊണ്ടാണ് ആ നിലപാട് സ്വീകരിച്ച. അംഗീകരിക്കൂ ദയവായിരിക്കൂ. പ്ലീസ് അംഗീകരിക്കൂ. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അവതരിപ്പിച്ച ഇരിക്കൂ. അങ്ങ് സംസാരിച്ചു കഴിഞ്ഞല്ലോ. പ്ലീസ്. സ്റ്റാറ്റ്യൂട്ടറി പ്രമേയം അംഗീകരിക്കണമെന്ന പ്രശ്നത്തെ അനുകൂലിക്കുന്നവർ, പ്രതികൂലിക്കുന്നവർ, സ്റ്റാറ്റ്യൂട്ടറി പ്രമേയം സഭ ഐക്യകണ്ഠേന പാസ്സാക്കിയിരിക്കും.